+2 കഴിഞ്ഞ് ഓസ്ബിൽഡോൺ ചെയ്യാൻ ജർമ്മനിയിൽ പോകണോ അതോ നാട്ടിൽ തന്നെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം മാസ്റ്റേഴ്സ് ചെയ്യാൻ ജർമ്മനിയിൽ പോകണോ? ഇത് മിക്ക കുട്ടികളുടെയും സംശയമാണ്. ചില ആൾക്കാർ പറയാറുണ്ട് ഓസ്ബിൽഡോങ് ആണ് നല്ലത്, കാരണം പഠിക്കുമ്പോൾ തന്നെ സ്റ്റൈപ്പൻഡ് കിട്ടും, പിന്നെ ഉടനെ തന്നെ ജോലി കിട്ടുമെന്നൊക്കെ. മറ്റു ചിലർ പറയാറുണ്ട് മാസ്റ്റേഴ്സ് ആണ് നല്ലത്, കാരണം ഒരു നല്ല കരിയർ പ്രോഗ്രഷൻ കിട്ടും, അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റേറ്റസ് ആണ് എന്നൊക്കെ. രണ്ടും നല്ലതാണ്, എങ്കിൽ കൃത്യമായി തിരഞ്ഞെടുത്തില്ലെങ്കിൽ ദോഷമാവാനും ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചേക്കാം. ഓസ്ബിൽഡോങ് എടുക്കണോ അതോ ഡിഗ്രി കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ചെയ്യാൻ ജർമ്മനിയിലേക്ക് പോയാൽ മതിയോ എന്ന് തീരുമാനിക്കാൻ. അപ്പോൾ എന്താണ് ഓസ്ബിൽഡോങ് പ്രോഗ്രാം? ഓസ്ബിൽഡോങ് എന്ന് പറയുമ്പോൾ ഒരു 3 വർഷത്തെ വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതായത് നമ്മൾ ഏത് ഫീൽഡാണോ തിരഞ്ഞെടുക്കുന്നത് ആ ഫീൽഡ് അല്ലെങ്കിൽ ആ കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യും, അതേസമയം തന്നെ സ്കൂളിൽ പോയി അതിൻ്റെ തിയറി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും. ഇതൊരു യൂണിവേഴ്സിറ്റി ഡിഗ്രി അല്ല കേട്ടോ, നാട്ടിലെ ഒരു ഡിപ്ലോമ പ്രോഗ്രാം പോലെ തന്നെയാണ്. ഈ ഒരു പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ് ഓസ്ബിൽഡോങ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. ആഴ്ചയിൽ 2-3 ദിവസം മാത്രമാണ് നമ്മൾ സ്കൂളിൽ പോയി തിയറി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യേണ്ടത്. മറ്റ് ദിവസങ്ങളിൽ ഈ തിരഞ്ഞെടുത്ത ഫീൽഡിൽ അല്ലെങ്കിൽ കമ്പനിയിൽ പോയി ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഉദാഹരണത്തിന് നഴ്സിംഗ് എടുക്കുകയാണെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസം മാത്രം സ്കൂളിൽ പോയി നഴ്സിംഗിൻ്റെ തിയറി ക്ലാസ്സസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. മറ്റ് ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ഒരു നഴ്സിൻ്റെ കൂടെ ജോലി ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. ജർമ്മനിയിൽ 300ഓളം ഓസ്ബിൽഡോങ് പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയത് നഴ്സിംഗ് കഴിഞ്ഞു പിന്നെ IT സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ഡെൻറ്റൽ അസിസ്റ്റൻ്റ് ഉണ്ട്, മെക്കാട്രോണിക്സ്, സിവിൽ കൺസ്ട്രക്ഷൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓസ്ബിൽഡോങ് പ്രോഗ്രാം ജർമ്മൻ ലാംഗ്വേജിലാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ B2 ലെവൽ പ്രൊഫിഷ്യൻസി മാൻഡേറ്ററി ആണ്. 4 മോഡ്യൂൾസും ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ ജർമ്മനിയിലേക്ക് പോകാൻ. പിന്നെ ഓസ്ബിൽഡോങ് പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ്ലി ഫ്രീ ട്രെയിനിങ് ആണ്. അതിനോടൊപ്പം തന്നെ എല്ലാ മാസവും നമുക്കൊരു സ്റ്റൈപ്പൻഡ് ആയിട്ട് ഒരു എമൗണ്ട് കയ്യിൽ കിട്ടും. ഈ സ്റ്റൈപ്പൻഡ് എന്ന് പറയുമ്പോൾ ഒരു ആവറേജിൽ 900 യൂറോസ് മുതൽ 1400 യൂറോസ് വരെ ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയം അനുസരിച്ച് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നത്. +2 എന്ന ക്വാളിഫിക്കേഷൻ മതി ഓസ്ബിൽഡോങ്ങിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ. എങ്കിൽ മാസ്റ്റേഴ്സ് ആണെങ്കിലോ നമ്മൾ ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ മാസ്റ്റേഴ്സിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടൂ. ഇതൊരു അക്കാഡമിക് ഹയർ ക്വാളിഫിക്കേഷൻ ആണ്. 2 രീതിയിലാണ് ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം അവൈലബിൾ ആവുന്നത്. ഒന്ന് ഇംഗ്ലീഷ് ടോട്ട് മാസ്റ്റേഴ്സ്, അതായത് ഇവിടെ എടുക്കുന്ന ക്ലാസ്സസ് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും. അതുകൊണ്ട് തന്നെ IELTS, TOEFL, GRE എന്ന റിക്വയർമെൻറ്റ്സ് അഡീഷണൽ ഉണ്ടാവാം. അടുത്തത് ജർമ്മൻ ടോട്ട് മാസ്റ്റേഴ്സ് പ്രോഗ്രാമാണ്. ഇത് ജർമ്മൻ ലാംഗ്വേജിലാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജർമ്മൻ ഒരു B2 പ്രൊഫിഷ്യൻസി ലെവൽ വരെയൊക്കെ എന്തായാലും ഈ കോഴ്സിന് ആപ്ലിക്കേഷന് വേണം. ഇനി മാസ്റ്റേഴ്സിനാണ് നിങ്ങൾ ജർമ്മനിയിലേക്ക് അപ്ലൈ ചെയ്യുന്നെങ്കിൽ പുതുതായിട്ട് DMAT എന്നൊരു എക്സാം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് സമ്മർ 2027 ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു DMAT എക്സാം ചിലപ്പോൾ എഴുതേണ്ടി വരും. പ്രത്യേകിച്ച് എൻജിനീയറിംഗ്, കോമേഴ്സ്, ഫിനാൻസ്, അക്കൗണ്ടിങ്, ബിസിനസ് മാനേജ്മെൻറ്റ് എന്നീ ഫീൽഡ് തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും DMAT എന്നൊരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ മാസ്റ്റേഴ്സ് എടുക്കുന്നത് ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷനാണ്. 2 രീതിയിൽ ഈ കോഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലും അവൈലബിൾ ആണ്, അതേപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലും അവൈലബിൾ ആണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നമ്മളൊരു ഫീ എന്തായാലും അവിടെ കൊടുക്കണം. പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ അവിടെ ഫീ ഇല്ല, നമ്മൾ ഫ്രീ ആയിട്ടാണ് ആക്ച്വലി പഠിക്കുന്നത്. പക്ഷെ ഒരു ചെറിയ എമൗണ്ട് സെമസ്റ്റർ കോൺട്രിബ്യൂഷനായിട്ട് നമ്മൾ നൽകണം. ഇനി ഓസ്ബിൽഡോങ് പ്രോഗ്രാമും മാസ്റ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കിയാലോ. ഓസ്ബിൽഡോങ് എന്ന് പറയുമ്പോൾ ഇത് ജോബ് ഓറിയൻറ്റഡ് ട്രെയിനിങ് ആണ്. അതേപോലെ തന്നെ മന്ത്ലി സ്റ്റൈപ്പൻഡ് ലഭിക്കും. തിയറി ക്ലാസ്സസിന് പ്രാക്ടിക്കൽ ക്ലാസ്സസിനും ഒരേപോലെയാണ് വാല്യൂ ഉള്ളത്. ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ തിയറി ക്ലാസ്സസിന് പോയാൽ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് അക്കാഡമിക് പ്രഷർ എന്ന് പറയുന്നതും വളരെ കുറവാണ്. പിന്നെ എളുപ്പത്തിൽ ജോലി കിട്ടാനും ഓസ്ബിൽഡോങ് പ്രോഗ്രാം സഹായിക്കും. ഇനി മാസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത് ബേസിക്കലി തിയറി ബേസ്ഡ് അപ്രോച്ചാണ്. കരിയർ പ്രോഗ്രഷന് ഈ മാസ്റ്റേഴ്സ് നിങ്ങളെ വളരെയധികം സഹായിക്കും. പക്ഷേ ഓസ്ബിൽഡോങ് പോലെ സ്റ്റൈപ്പൻഡ് ഒന്നും ഈ ഒരു പ്രോഗ്രാമിന് ലഭിക്കില്ല. ഇനി ഓസ്ബിൽഡോങ് കഴിഞ്ഞൊരു കുട്ടിയും മാസ്റ്റേഴ്സ് കഴിഞ്ഞൊരു കുട്ടീൻ്റെയും
സ്റ്റാർട്ടിംഗ് സാലറി ഏകദേശം എങ്ങനെയായിരിക്കും എന്ന് നോക്കിയാലോ. ഓസ്ബിൾഡോങ് കഴിഞ്ഞൊരു കുട്ടിക്ക് 2200 മുതൽ 2800 യൂറോ വരെ ആയിരിക്കും സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് ലഭിക്കുന്നത്. ഇത് ഓരോ ഫീൽഡ് അനുസരിച്ച് വേരി ചെയ്യും. പിന്നെ കരിയർ പ്രോഗ്രഷൻ കുറച്ച് സ്ലോ ആയിരിക്കും. അതായത് ഇനി ഒരു ഹയർ സാലറി അല്ലെങ്കിൽ ഒരു ഹയർ ലെവലിലേക്ക് പോകണമെങ്കിൽ വൈറ്റോ ബിൽഡോങ് എന്ന പോലത്തെ പ്രോഗ്രാംസ് അഡീഷണൽ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഇനി മാസ്റ്റേഴ്സ് കഴിഞ്ഞൊരു കുട്ടിക്ക് 3500 മുതൽ 5500 യൂറോസ് വരെ ആയിരിക്കും സ്റ്റാർട്ടിംഗ് സാലറി ആയി കിട്ടുന്നത്. ഇതും ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഫീൽഡും നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്ത കമ്പനിയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്തായിരിക്കും നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന്. ഇനി ഇവ തമ്മിൽ നോക്കുകയാണെങ്കിൽ ഓസ്ബിൾഡോങ് എന്ന് പറഞ്ഞാൽ സ്ലോവർ കരിയർ പ്രോഗ്രഷൻ ആയിരിക്കും, പക്ഷേ മാസ്റ്റേഴ്സ് എന്ന് പറയുമ്പം ഫാസ്റ്റർ കരിയർ പ്രോഗ്രഷൻ ആയിരിക്കും. പിന്നെ ഉടനെ ഒരു ജോബ് കിട്ടണമെങ്കിൽ ഓസ്ബിൾഡോങ് ആണ് നല്ല ഓപ്ഷൻ. പിന്നെ മാസ്റ്റേഴ്സിലുള്ള പോലത്തെ ഒരു അക്കാഡമിക് പ്രഷറൊന്നും ഈ ഓസ്ബിൾഡോങ് പ്രോഗ്രാമിലില്ല. പിന്നെ ഫിനാൻഷ്യലി അധികം സ്റ്റേബിൾ അല്ലെങ്കിൽ ഓസ്ബിൾഡോങ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം ഇതൊരു ഫ്രീ എഡ്യൂക്കേഷനാണ്. മാസ്റ്റേഴ്സ് തിരഞ്ഞെടുത്താൽ നിങ്ങൾ എന്തായാലും കോഴ്സ് ഫീയും പിന്നെ ബ്ലോക്ക്ഡ് അക്കൗണ്ടും ആയിട്ട് ലിവിങ് എക്സ്പെൻസൊക്കെ ആയിട്ട് ഒരു എമൗണ്ട് എന്തായാലും കാണേണ്ടി വരും. അപ്പോൾ ഓസ്ബിൾഡോങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ മാസം സ്റ്റൈപ്പൻഡ് ലഭിക്കും. ഫസ്റ്റ് ഇയറിൽ കിട്ടുന്ന 900 യൂറോസ് ആവണമെന്നില്ല, തേർഡ് ഇയർ ആകുമ്പോഴത്തേക്കും 1400 യൂറോസ് വരെ സ്റ്റൈപ്പൻഡ് വർദ്ധിക്കും. പക്ഷേ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റൈപ്പൻഡ് ഒന്നും ലഭിക്കുന്നില്ല, മറിച്ച് നമ്മൾ ലിവിങ് എക്സ്പെൻസ് എന്തായാലും കാണിക്കണം. അത് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആയിട്ട് ഏകദേശം 900 to 1200 യൂറോസ് വരെ നമ്മുടെ എക്സ്പെൻസിന് വേണ്ടി നമ്മൾ കാണേണ്ടി വരും. ഓസ്ബിൾഡോങ് കഴിഞ്ഞൊരു ഫുൾ ടൈം ജോബ് കിട്ടുമ്പോൾ 2200 യൂറോസ് മുതൽ 2800 യൂറോസ് ആയിരിക്കും നമ്മുടെ സ്റ്റാർട്ടിംഗ് സാലറി. ഇതിൽ നിന്ന് ടാക്സും മറ്റ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സും ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് ഇൻ ഹാൻഡ് ലഭിക്കുന്നത്. മറിച്ച് മാസ്റ്റേഴ്സ് ചെയ്യുകയാണെങ്കിലോ 3000 യൂറോസ് ടു 5500 യൂറോസ് ആയിരിക്കും നമുക്ക് സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്നത്. അഫ്കോഴ്സ് ഇതിൽ നിന്നും ടാക്സും സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ഒക്കെ ഡിഡക്റ്റ് ചെയ്തൊരു എമൗണ്ട് ആയിരിക്കും ഇൻ ഹാൻഡ് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്ത കമ്പനി, നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ്, ഇതൊക്കെ വേരി ചെയ്യും ഈ ഒരു സാലറി കയ്യിൽ കിട്ടാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഓസ്ബിൾഡോങ് മാസ്റ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ ഇനി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങളുടെ കരിയറിന് വേണ്ടി ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ. Thank you. You dream it, we make it. MedCity Study Abroad.